ഈ വ്യക്തി പരിശുദ്ധ ഖുർആനിനെ നിരന്തരമായി അതിലുള്ള ആയത്തുകളെയും അതിനുള്ള വ്യാഖ്യാനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഇത് കാണുന്നുണ്ട്, സാധാരണക്കാരായ മുസ്ലിങ്ങളും ഇവന്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇവന്റെ വാക്കുകളിലെ ചാതുര്യം ഇവന്റെ അത്തരത്തോളമാണ്. ഇവൻ വസ്വാസ് ഉണ്ടാക്കും, അത് തന്നെ ഇവൻ പറയുന്നതാണോ ശരിയെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇവൻ ഫാസ്റ്റ് സ്പീഡിൽ വിശദീകരിക്കാതെ പറഞ്ഞു പോകും. എന്നിട്ടോ പരിശുദ്ധ ഖുർആനിൽ 3-ാമത്തെ അധ്യായം 33-ാമത്തെ വചനം ആലി ഇമ്രാനിലെ സൂറത്ത് ഇവൻ പറഞ്ഞുകൊണ്ട് പറയാണ്, അള്ളാഹു തആല മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത്, ആദമിനെ അള്ളാഹ് ഉണ്ടാക്കിയതല്ല. അപ്പൊ അതിനുള്ള മറുപടി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആ മറുപടി വീഡിയോ കാണാൻ, മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും 1 മുതൽ സമയം കണ്ടെത്തി കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇത് നിസ്സാര കാര്യമല്ല. ഇതിൽ മുജാഹിദോ സുന്നിയോ ജമായത്തോ ഒന്നും നിങ്ങൾ തരയരുത്. മുസ്ലിം പരിശുദ്ധ ഖുർആനിനെ ഇവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ആ പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത് വിശദീകരിക്കുന്ന വീഡിയോ ആണ്. ഇനി ഇവൻ പറയുന്നത് കേൾക്കൂ. ആദമിനെ തെരഞ്ഞെടുത്തു എന്ന് ഈ 33-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ വചനം എടുത്തുകൊണ്ടാണ് ഇവൻ കളവ് നടത്തുന്നത്. ആ കളവ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട്. ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടും ആദ്യം ഇടും. ഇത് ഓരോ എൻ്റെ വീഡിയോന്റെ മുന്നിൽ ഈ വീഡിയോ ആയിരിക്കും. എന്നിട്ടാണ് മറുപടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ പറയുന്നത് എന്ന് പറയണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം. അപ്പോഴേ ഇസ്തഫ എന്നുള്ള വാക്ക് പറ്റുള്ളൂ. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നിടത്ത്, മൂസാ നബിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇസ്തഫ എന്ന് പറയുന്നുണ്ട്. ഇസ്തഫ എന്ന പദം ഒറ്റ ഒന്നാണെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകണം. ഇസ്തഫ എന്ന പദം ശരിയാകണമെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്തു ആദമിനെ തെരഞ്ഞെടുത്തു, ഇവിടെ തെരഞ്ഞെടുത്തു. അവിടെയുള്ള മനുഷ്യവംശത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു ആദമിന്റെ ഇടയെയും തെരഞ്ഞെടുത്തു. ഹവയെ ഭാര്യയിൽ നിന്ന് പഠിച്ചതല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഈ വിഷയം തുടങ്ങി വെച്ചത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോന്റെ മുന്നേ കണ്ട ക്ലിപ്പ് ശ്രദ്ധിച്ചു. എൻ്റെ ഓരോ വീഡിയോന്റെയും മുന്നിൽ ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. അതെന്താ കാരണം എന്നുള്ളത് ആദ്യത്തെ വീഡിയോ മുതൽ ഇത് 7-ാമത്തെ 8-ാമത്തെ വീഡിയോ ആണ്. ഇദ്ദേഹം നടത്തിയത് പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ആലി ഇമ്രാൻ 3-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിനെ വളരെ ബുദ്ധിപരമായി ദുർവ്യാഖ്യാനം ചെയ്തു. ഈ ദുർവ്യാഖ്യാനം ചെയ്തത് ശരിയല്ല, ഇവൻ ദുർവ്യാഖ്യാനമാണ് ചെയ്തത് എന്ന് തെളിയിക്കാനും അറിയിക്കാനും ഇങ്ങനെയല്ലാതെ വേറെ മാർഗവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിനൊരു ലൈനുണ്ട്. പരിശുദ്ധ ഖുർആനിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വെറും പാരായണം ചെയ്തു പോയാൽ മാത്രം പോരാ. നമുക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഇതിന് നമ്മൾ മനസ്സിലാക്കല് അത്യാവശ്യമാണ്. ഈ മനസ്സിലാക്കാതെ നിൽക്കലും, നമ്മൾ വെറും വായനയിൽ മാത്രം ഒതുക്കലും, ഇല്ലെ ഓത്തിൽ മാത്രം പാരായണത്തിൽ മാത്രം ഒതുക്കലും ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശകന്മാർ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ വരുന്നത്. കൊടുക്കാൻ കഴിയുന്നവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പരിശുദ്ധ ഖുർആനിലെ വചനമല്ല ഇദ്ദേഹം പാരായണം ചെയ്യുന്നതും അതിന് അർത്ഥം വെക്കുന്നതും. പരിശുദ്ധ ഖുർആൻ തന്നെ എന്താണ് അതിന് അർത്ഥം വെക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ തുടക്കവും അവസാനവും പറഞ്ഞാലാണ് എന്താണ് അത് മുഴുവനായിട്ടും ഒരു മനുഷ്യന് മനസ്സിലാകുക. മറ്റേ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കൽ ഇവന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പൊ അതിന് മറുപടി കൊടുക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ചും ഇത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ശരി ഇതാണ് എന്ന് തിരുത്തി കൊടുക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും കേട്ടതിന് ശേഷം നല്ല നിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും എനിക്കിനി കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം.
അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഇത് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തിട്ട് അവരോട് ഇത് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് 1 മുതൽ കാണാനാണ് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണുള്ളൂ. ബെല്ലൈക്കോൺ അമർത്തണം. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത് കൊണ്ടാണ് 1 മുതൽ ആൽ ഇമ്രാനെ ദുർവ്യാഖ്യാനിച്ചു 33-ാമത്തെ വചനത്തിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 1 മുതൽ 7 വരെ വീഡിയോ എത്തിയത്. അപ്പൊ അതിനെന്താണ്? വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ ഈ വിഷയം പറയണം. അല്ലാതെ ഇത് പറഞ്ഞാൽ എന്താവൂല, മനസ്സിലാവൂല. കാരണം ഇവൻ അത്ര എളുപ്പത്തിലാണ് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തത്. വളരെ തന്ത്രപൂർവ്വമാണ് ഇവൻ ചെയ്തത്. അപ്പൊ ഇതെന്താണ് ഇവൻ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഈ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് 33-ാമത്തെ വചനവും 34-ാമത്തെ വചനവും ഒരുമിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവൻ പറഞ്ഞു വെച്ചെന്താണ്? തീർച്ചയായും ആദമിനെയും, എന്നിട്ട് ഇവൻ പറഞ്ഞു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പറഞ്ഞ വിഷയം പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? 33-ാമത്തെ വചനവും 34-ാമത്തെ വചനവും ഒരുമിച്ച് വായിക്കുക. അപ്പൊ വായിക്കുമ്പോൾ എങ്ങനെ വരും? തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇതാണ് അതിന്റെ പരിപൂർണമായിട്ടുള്ള രൂപം, അർത്ഥം. ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. ഇവരുടെ കാര്യങ്ങളാണ് ഇനി തുടർന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും നമ്മൾ അറിയേണ്ടതുമായ വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. വലിയൊരു വിഷയമാണ്. ആ വിഷയത്തിന്റെ തുടക്കത്തിനാണ് ഇവ കൂട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞത്. അതിലേക്ക് ഞാൻ പോണില്ല. മറ്റേ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു പറയുന്നത് എന്താണ്? ചിലരുടെ സന്തതികളായിക്കൊണ്ടാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. എന്നിട്ട് എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. എന്ന് വെച്ചാൽ ആദം നബി തൊട്ട്, ആദം നബി മുതൽ ഇമ്രാൻ കുടുംബം വരെ, ആദം നബി മുതൽ ഇമ്രാൻ കുടുംബം വരെയുള്ള എല്ലാ ചരിത്രങ്ങളും അള്ളാഹുവിനറിയാം. കാരണം അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതിൽ നിന്നുണ്ടാകുന്ന സന്തതികള്, ജനങ്ങള്, അത് അവർക്കുള്ള ഉപദേശങ്ങള്, നിർദ്ദേശങ്ങള്, അതാത് കാലത്തെ പ്രവാചകന്മാര്, അവർക്കുള്ള നിർദ്ദേശങ്ങള്, അവർക്കുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തന്നെയാണ് ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത്. അപ്പൊ അള്ളാഹുവിനെ എല്ലാം അറിയാം എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അങ്ങനെ എന്താ സംഭവിക്കുന്നത്? 35-ാമത്തെ വചനത്തേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ 33, 34 പറഞ്ഞ് ഇനി 35-ാമത്തെ വചനത്തേക്ക് വരികയാണ്. ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എന്റെ രക്ഷിതാവെ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ അറിയാം, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നുള്ള കാര്യം നമ്മൾ തുടർച്ചയായി നമ്മളും പറഞ്ഞു പോരുന്ന വിഷയമാണ്. നമ്മളെ കുടുംബത്തിന്റെ കാര്യത്തിലായാലും നമ്മളെ നിത്യജീവിതത്തിലായാലും ശരി, ഈ വാക്ക് പറയാത്തൊരു മുസ്ലിമും ഇല്ല. എല്ലാം അള്ളാഹുവിനറിയാം. എന്റെ പ്രയാസങ്ങൾ, നമ്മളെ പ്രയാസം പറയുകയാണെങ്കിൽ അള്ളാഹുവിനറിയാം എന്റെ കാര്യം എന്താണ്, ഞാൻ എന്റെ മനസ്സിലെന്താണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എല്ലാം അള്ളാഹുവിനറിയാം. ഇനി നമ്മൾ ഒരാളോട് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാം അള്ളാഹുവിനറിയാം. അപ്പൊ ഇത് എല്ലാ മനുഷ്യർ പറയുന്നതാണ്. മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും പറയുന്നതാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പറയുന്നത് ദൈവത്തിനറിയാം, ദൈവത്തിന്റെ കൽപ്പനയല്ലേ, അവന്റെ തീരുമാനമല്ലേ, അല്ലെ? സ്വാഭാവികമാണ്. അതെന്താണ്? അതത് ഒരു നാച്ചുറൽ സത്യസന്ധമായ കാര്യമായതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഇവിടെ ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞു. എന്താണ് ഇമ്രാനിന്റെ ഭാര്യ? 35-ാമത്തെ വചനം. ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ, അള്ളാഹുവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ
എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ബഹുമാനമുള്ള സഹോദരന്മാരെ, 35-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അല്ലാഹു തആല പറഞ്ഞെന്താണ്? ഇമ്രാൻ കുടുംബത്തെയും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ലോകരിൽ ഉത്കൃഷ്ടരായി. അപ്പൊ ഇമ്രാനിന്റെ ഭാര്യ ആരാണ്? മറിയമിന്റെ മാതാവാണ്. മറിയം ബീവിയുടെ മാതാവാണ് ഇമ്രാനിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇമ്രാൻ കുടുംബം, അല്ലെ? അങ്ങനെ വന്നില്ലേ? മനസ്സിലായത് നിങ്ങൾക്ക്? എന്താണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാനാണ്. ഇത് എവിടേക്കാണ് ഈ കണക്ഷൻ പോണത് എന്നുള്ളത്. അങ്ങനെ അവർക്ക് മക്കൾ ജനിച്ചില്ല. അവരുടെ പേരാണ് ഹന്ന. അവരുടെ ഇമ്രാനിന്റെ ഭാര്യയുടെ പേരാണ് ഹന്ന. മറിയം ബീവി ജനിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇമ്രാനിന്റെ ഭാര്യ എന്ന് പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാകാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇമ്രാനിന്റെ ഭാര്യ ആരാണ്? ഹന്ന. ഹന്ന പറഞ്ഞതാണ്. അപ്പൊ ഹന്ന എന്ന് അല്ലാഹു തആല അവിടെ പേര് കൊടുക്കാതെ ഇമ്രാനിന്റെ ഭാര്യ എന്നാണ് പറഞ്ഞത്, അല്ലെ? ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അതാരാണ്? മറിയം ബീവിന്റെ ഉമ്മ. അവരുടെ പേരാണ് ഹന്ന. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. മക്കൾ ഉണ്ടാകാതെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവര് സ്വാഭാവികമായിട്ടും അള്ളാഹുവിനോട് നമുക്ക് മക്കൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മക്കള് വയറ്റിലുണ്ടായപ്പോൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മളിവിടെ കണ്ടല്ലോ. ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. എന്റെ രക്ഷിതാവേ, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർന്നിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്ന് ഇമ്രാനിന്റെ ഭാര്യ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇമ്രാനിന്റെ ഭാര്യക്ക് കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് അള്ളാഹു അദ്ദേഹത്തിന് കുട്ടിയെ നൽകിയതും. നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനന്റെ ഫലമായി കൊണ്ടും അള്ളാഹുവിന്റെ ഉദ്ദേശമായി കൊണ്ടാണ് നമുക്ക് തരുന്നത്. എത്രയോ മക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട്, മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്. ഒരു കുട്ടിന്റെ കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ ധാരാളം. ഒരാള് മരിക്കുന്നതുവരെ കുട്ടിയില്ലാതെ വളരെ പ്രയാസപ്പെട്ടിട്ട് മരിച്ചുപോയത്. എന്റെ കുടുംബത്തിൽ ഒരു താത്ത ഉണ്ട്, ഇപ്പോഴും കുട്ടികളില്ല. വയസ്സായി. മനസ്സിലായില്ലേ? ആരുമില്ല. ഇത് കുടുംബക്കാര് നോക്കുന്നുണ്ട്, ഇപ്പൊ വയസ്സായി, കുട്ടികളില്ല. അപ്പൊ ഇതൊക്കെ ഈ പ്രയാസം ഇല്ലോൽക്കാണ് ഇത് മനസ്സിലാകുക. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനോട് കൈനീട്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിയാണ് ഇവിടെ കാണിച്ചിരുന്നത് അള്ളാഹു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ പേര് ഹന്ന എന്നാണ്. ഇവർക്ക് മക്കൾ ജനിച്ചിരുന്നില്ല. ഹന്ന ഒരു കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കുട്ടിയുണ്ടായി. വയറ്റിൽ കുട്ടി ആയപ്പോൾ അള്ളാഹുവിന് വേണ്ടി ആ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിനും സംരക്ഷണത്തിനും അവിടെ പഠിക്കാനും അവിടെ ഖിദ്മത്ത് ചെയ്യാനും വേണ്ടിയിട്ട് ആ കുട്ടിയെ ഹന്ന നേർന്നു. പ്രസവിച്ചിട്ടില്ല, വയറ്റിലാണ്. അങ്ങനെ ആ മറിയം വയറ്റില് കുട്ടി വലുതായി പ്രസവിക്കാനായി പ്രസവിച്ചു. അപ്പൊ വരുന്ന 36-ാമത്തെ വചനാണ്. അതിൽ അള്ളാഹു തആല 36-ാമത്തെ വചനം നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പ്രസവിച്ചപ്പോൾ ഇമ്രാനിന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ. അപ്പോൾ അവരുടെ മനസ്സിലെന്താണ്? ഈ നേർന്നപ്പോ സാധാരണ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ആൺകുട്ടികളാണ് പ്രസവിക്കപ്പെടുന്നത് എങ്കിൽ അങ്ങനെ നേർന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ഹന്ന പ്രസവിച്ചത് ആരെയാണ്? ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അള്ളാഹു തആല അവന്റെ അടിക്ക് നമുക്ക് സംസാരം. ഇപ്പൊ ഈ സംസാരം ആരുടെ അറിയുന്നത്? ഹന്നാന്റെ ആണ്. ഹന്ന എന്ന് പറയുമ്പോൾ ആ ഇമ്രാനിന്റെ ഭാര്യ എന്ന് പറഞ്ഞാലാണ് നമുക്ക് ഈ ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രം ഇങ്ങനെ മുന്നിട്ട് പോകുള്ളത്. അത് ഹന്ന എന്ന് ഞാൻ പേര് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്രാനിന്റെ ഭാര്യ എന്ന് തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ സൂറത്തിന്റെ പേരും ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം, അല്ലെ? അപ്പൊ എന്താണ്? എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ. അപ്പൊ അള്ളാഹു തആല പറയാണ്, അള്ളാഹു തആല അള്ളാഹിന്റെ റസൂലിനും പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്കും പറഞ്ഞു തരികയാണ്.
ഇത് അള്ളാഹുവിന്റെ വാക്കാണ്. മറ്റേത് ഇമ്രാനിന്റെ ഭാര്യന്റെ വാക്കാണ്. അള്ളാന്റെ വാക്ക് എന്താണ്? എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവനത്രേ. ഇത് അള്ളാന്റെ വാക്കാണ്. പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയാം അവൾ എന്താണ് പ്രസവിച്ചത്, എന്താണ് പ്രസവിക്കാൻ പോകുന്നതും അള്ളാഹ്ക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യർ. അള്ളാഹു സൃഷ്ടിച്ച രീതിയാണിത്. ഈ രീതി എങ്ങനെയാണ്? ആദമിനെ ഒന്നും ഇല്ലാതെ ശൂന്യാവസ്ഥയിൽ നിന്നും കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു, മനുഷ്യനെ. എന്നിട്ട് ആദമിന് രൂപം നൽകി. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നിട്ട് ഇനി വിശദീകരിക്കുന്നില്ല. നിങ്ങൾ മറ്റേ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഹവ്വാനെ സൃഷ്ടിച്ചു. ഇവിടെ ആദമുണ്ട്. ഹവ്വാക്ക് ഉമ്മല്ല പ്രസവിക്കാൻ. അതുകൊണ്ട് അള്ളാഹു ആദമിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നാണ് മനുഷ്യ സമൂഹം ജനിച്ചു പോന്നത്. അങ്ങനെയിരിക്കെയാണ് ഈ വിഷയങ്ങൾ കടന്നു വരുന്നത്. ഈ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം.